കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിൽ മാളയ്ക്കടുത്തുള്ള പുത്തൻചിറ എന്ന ഗ്രാമത്തിൽ നിന്നും 40 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഉദ്യാന നഗരിയായ ബാംഗ്ലൂർ നഗരത്തിലെത്തുകയും ഒരു ജോലിയിൽ നിന്ന് കിട്ടിയ അനുഭവ പരിചയ സമ്പത്ത് പിൽക്കാലത്ത് വ്യവസായ രംഗത്തേക്ക് അദ്ദേഹത്തെ മാറ്റുമ്പോൾ സാമൂഹിക രംഗത്ത് എന്ന് വളരെ സുപ്രസിദ്ധനായ എല്ലാവർക്കും ഒരുപോലെ പരിചിതനായ അദ്ദേഹം ശ്രീ KC രാജൻ. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സാമൂഹിക രംഗത്ത് പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുദേവന്റെ ആശയങ്ങളെ ആദർശങ്ങളെ ഇന്ന് ലോകജനതയ്ക്കായി സമർപ്പിക്കുന്ന ഒരു സമിതിയുടെ ഒരു സംഘടനയുടെ യൂണിവേഴ്സൽ കോൺഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു ഓർഗനൈസേഷന്റെ ഒരു അംഗമാണ്. അതിന്റെ 5 മെമ്പേഴ്സിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെ അഡ്വൈസറി ബോർഡിന്റെ അതിൽ ഒരാളാണ്. ശരിക്കും നമ്മുടെ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്ന നല്ല സന്ദേശങ്ങളെ ആദർശങ്ങളെ ഇന്ന് മനുഷ്യന്റെ ഇടയിലേക്ക് മനുഷ്യനെ തിരിച്ചറിയുവാനുള്ള മനുഷ്യനെ മനസ്സിലാക്കുവാനുള്ള ആ ഒരു സന്ദേശം നമുക്ക് കൈമാറുമ്പോൾ നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഒരു സംതൃപ്തി, ആ സംതൃപ്തിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം നൽകുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും തന്നെ. KC രാജൻ എന്ന വ്യക്തിയെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹം വ്യവസായിയാണ്, നല്ല ഒരു വ്യവസായിയാണ്, അതിലുപരി നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമാണ്. എങ്ങനെയായിരുന്നു സാർ ഈ ഉദ്യാന നഗരിയായ ഈ ബാംഗ്ലൂർ നഗരത്തിലേക്കുള്ള സാറിന്റെ യാത്ര? എനിക്ക് ആകെ ഒരു ബ്രദറുള്ളൂ. അദ്ദേഹം ഇവിടെ എയർഫോഴ്സിലായിരുന്നു. അങ്ങനെ ഞാൻ SSLC പാസ്സായി നിൽക്കുമ്പോൾ കുറച്ച് അന്നത്തെ കുട്ടിത്തരങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹം വന്ന് ഇവിടെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നേരെ നാട്ടിൽ വളരെ കുറുമ്പുള്ള വ്യക്തിയാണ്. സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ടില് 2 പേരില് ജ്യേഷ്ഠൻ എയർഫോഴ്സും ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് സാമ്പത്തിക സൗകര്യം. പിതാവ് സിലോണിലായിരുന്നു. ഒരു സാമ്പത്തിക സൗകര്യമുള്ള വീടായിരുന്നു പുത്തൻചിറ. ഒരു പഴയ തറവാടാണ്, പൂവക്കാട്ടിൽ തറവാട്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ ചേട്ടൻ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഭാരത് ഇലക്ട്രോണിക്സ് ഭാരത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ എന്നെ ഒരു ട്രെയിനിങ് ആയിട്ട് ചേർക്കണം, ഡിപ്ലോമയ്ക്ക് ഈക്വലായിട്ട്. അങ്ങനെ 3 കൊല്ലം അവിടെ ട്രെയിനിങ് കഴിഞ്ഞ് എന്നെ അവിടെ പെർമനന്റ് ആക്കുകയാണ്. അവിടെ നിന്നാണ് എന്റെ ജീവിതം തുടങ്ങുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാലം. നമ്മൾ കളിച്ചു വളർന്ന അതെ. ആ ബാല്യകാലത്ത് എന്റെ അച്ഛൻ വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അപ്പൊ അന്ന് വിമോചന സമരമൊക്കെ കണ്ടുകൊള്ളുന്ന ആളാണ് ഞാൻ. എങ്ങനെയായിരുന്നു സാറിന്റെ വിദ്യാഭ്യാസ കാലം? അവിടെ എന്റെ വിദ്യാഭ്യാസ കാലത്ത് ഞാനൊരു വാസ്തവ ഒരു കുരുത്തം കെട്ട പയ്യനായിരുന്നു. വളരെ സ്പോർട്സ് ആക്ടിവിറ്റി ആയിരുന്നു. പിന്നെ വീട്ടിൽ ഒരേ ഒരു മകനും അത് മറ്റേ ബ്രദർ ഇവിടെ ആയതുകൊണ്ട് സ്കൂളിൽ സ്വാതന്ത്ര്യമായിരുന്നു. സ്കൂൾ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഈ ഭാരത് ഇലക്ട്രോണിക്സിൽ അതൊരു പൊതുമേഖലാ സ്ഥാപനം ഡിഫൻസിന് വന്നു ചേർന്നപ്പോ ആദ്യമായി തന്നെ എന്നെ അട്രാക്ട് ചെയ്ത് BN മലയാളി അസോസിയേഷനാണ്. അപ്പൊ ഞാൻ ട്രെയിനി ആയിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് രണ്ടാമത് അട്രാക്ട് ആയി. വളരെ ചെറുപ്പത്തില്, അതായത് ഏകദേശം 18 വയസ്സായാലും അവിടെ അപ്പോയിന്റ്. ഇപ്പൊ 20-21 വയസ്സ് ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ അന്ന് വളരെ ശക്തമായ ഒരു അസോസിയേഷൻ ആണ് ബാംഗ്ലൂർ BN മലയാളി അസോസിയേഷൻ. ബെൽമ എന്ന ഷോർട്ട് ഫോമിലായിരുന്നു മലയാളി അസോസിയേഷൻ. അന്ന് അതൊരു പ്രമുഖമായ ബാംഗ്ലൂർ നഗരത്തിലൊരു സംഘടനയുടെ മെമ്പർഷിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ബെൽമലയാണ്. അങ്ങനെ ഇരിക്കലെ ഈ ശ്രീനാരായണ പ്രസ്ഥാനം 1975 ഇവിടെ തുടങ്ങാൻ പോകുന്നു. അന്ന് ഇവിടെ ശ്രീനാരായണ ഗുരു ജയന്തി സെലിബ്രേഷൻസ് ഉണ്ട്. അപ്പൊ ഈ എന്റെ ഫാദറിനോടൊക്കെ ഇവർ കുറച്ച് ആൾക്കാർ കൂടി ചെയ്യുന്ന ഒരു സെലിബ്രേഷൻ, കുറച്ച് സാമ്പത്തിക ബിസിനസ്സുകാരായിരുന്നു. 76 ഞങ്ങൾ സംഘടന തുടങ്ങി. നവംബറിൽ തുടങ്ങി ശ്രീനാരായണ സമിതി. അപ്പൊ അതില് അപ്പൊ അതിനു മുമ്പ് 1 കൊല്ലം അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയിലും അതിനായിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലും കഴിഞ്ഞപ്പോ അപ്പൊ അന്ന് വളരെ ചെറുപ്പമാണ്. മറ്റൊക്കെ വളരെ സീനിയേഴ്സും പ്രമുഖമായ മലയാളീസും ആയിരുന്നു. അങ്ങനെ ഇരിക്കല് പെട്ടെന്ന് 2 കൊല്ലം കഴിയുമ്പോ ഏറ്റവും യങ്ങസ്റ്റ് ആ ഹിസ്റ്ററി ഇപ്പോഴും കാണുന്നില്ല. 28ാമത്തെ വയസ്സിൽ ഇത്ര വലിയ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആവാൻ ഞാൻ. അല്ല അതെനിക്ക് അത് വളരെ പ്രമുഖനായ ഒരു സെക്രട്ടറി ആയിരുന്നു. NA ഭരത് എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ മന്ത്രിസമിതി എന്നുള്ള ഉണ്ടാക്കിയ ഒരാളായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ഈ സ്ഥലം മാറിയപ്പോൾ ആ ചുമതല എന്റെ നിലയിൽ വരും. ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളെ ആ സമിതിയിലേക്ക് സാറിനെ ആകർഷിക്കാനുള്ള കാരണം സമത്വം. എല്ലാവരും തുല്യമാണ്. അതാണ് എന്നെ കൂടെ അട്രാക്ട് ചെയ്തത്. വളരെ ചെറുപ്പം മുതലേ സാറിന്റെ ജീവിതത്തിൽ അത് സ്വാധീനിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ബേസിക്കലി ആ ജാതി വേണ്ട എല്ലാവരും ഈക്വലും ആ പഠിപ്പ് നമ്മുടെ ജന്മനാട്ടിൽ. അതെ, അവിടെ നിന്നുള്ള ആ പഠിപ്പ് ഒരു സ്കൂളിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. ആ സ്കൂളിൽ തന്നെ നമുക്കൊരു മേരി ദേവസ്യ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വനിത കർണാടക NGO അസോസിയേഷൻ ഫൗണ്ടർ പ്രസിഡന്റ് ആയിരുന്നു ഒരു സ്ത്രീ. അവരൊരു സ്ഥലം ഞാൻ മുഖാന്തരം എനിക്ക് സമിതിക്ക് കൊടുക്കാൻ സാധിച്ചു. അതാണ്
ഇന്നിപ്പോ ഞങ്ങളുടെ SN വിദ്യാമന്ദിർ എന്ന് പറഞ്ഞിട്ട് മേരി ഡേവിസ് മെമ്മോറിയൽ എന്ന് വെച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കാര്യമായ സംഭാവന ചെയ്യാൻ SN മന്ദിറിന് സാധിച്ചു. അല്ല, അപ്പൊ ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നത് ഏറ്റവും താഴ്ന്ന ആൾക്കാരെയാണ്. അതായത് സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന, വൈകുന്നേരം വന്ന ഫാമിലി വഴക്കുണ്ടാവുന്ന, ഈ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ആൾക്കാരെ നിസാര ഫീസ് കൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. 700ഓളം വിദ്യാർത്ഥികളുണ്ട്. ഒരു പക്ഷേ അതെല്ലാം കാണുമ്പോൾ KC രാജൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ സാമൂഹ്യ പ്രവർത്തനം സംശുദ്ധമാക്കിയതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. തീർച്ചയായിട്ടും ഞാനിപ്പോ തന്നെ ശ്രദ്ധിക്കുന്നോട് പറഞ്ഞല്ലോ. അതായത് ഈ ഇങ്ങനെ ഒരു ബിസിനസ്സിലാണെങ്കിലും എന്റെ കൂടുതൽ സമയം ഞാൻ ചെലവഴിക്കുന്ന ഈ ഫീൽഡിലാണ്. ഇതല്ലാണ്ട് ബാംഗ്ലൂരിലുള്ള പല പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനം. അതെ അതെ. ഇവിടെ ഞങ്ങളൊരു എല്ലാം കൂടി ഒരു കാരുണ്യ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഓൺലി സഹായം ചെയ്യാൻ മാത്രം. അപ്പൊ അതിലൊക്കെ നമ്മൾ ഞാൻ അതിൽ ട്രസ്റ്റ് ചെയ്യണം. അപ്പൊ വളരെ ആക്റ്റീവാണ്. അങ്ങനെ ഇരിക്കുന്നതാണ് ഈ ഒരു പ്രസ്ഥാനം വരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് എന്നെ വിളിച്ചവരും ഞാൻ അവിടെ പോയി ഭോപ്പാലിൽ അപ്പൊ അവരിങ്ങനെ അഡ്വൈസർ ആവാതിരിക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് അത് എന്റെ ഏറ്റവും വലിയ ഗുണം മറ്റുള്ള നഗരങ്ങളിലുള്ള ആൾക്കാരായിട്ട് പെട്ടെന്ന് ബന്ധമായി. നമ്മുടെ എപ്പിസോഡിലൂടെ കടന്നു വന്ന ശ്രീ VK മുഹമ്മദിനെ ഞാൻ അവിടെ വെച്ചുള്ള പരിചയം. വിലായില് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ വിലായില് മലയാളികളുടെ ഇടയിലും മറ്റ് അവരുടെ ആ ഭാഷ സംസാരിക്കുന്ന രംഗത്തും ഛത്തീസ്ഗഡിലെ ഉള്ളവർക്ക് പോലും എത്തിക്കുവാൻ ശ്രീ VK മുഹമ്മദ് ഇവിടെ കഷ്ടപ്പെട്ട് നമുക്കറിയാം. ഗുരുദേവന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും നമ്മുടെ കേരളത്തിന്റെ പുറത്ത് പ്രചരിപ്പിക്കുന്നതിൽ ശരിക്കും നമ്മുടെ മലയാളി സംഘടനകൾ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ ആ പ്രത്യേകം. ഞങ്ങൾ ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങൾക്കൊരു ആശാൻ സ്റ്റഡി സെന്റർ ഉണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് നടന്നു പറയുന്നത്. ആ മഹാകവി കുമാരാശാന്റെ സ്റ്റഡി സെന്ററിന്റെ മെയിൻ ആള് കൊമ്പൻ ആന്റണി എന്ന് പറഞ്ഞതാണ്. അദ്ദേഹം UNA 2 ഗവൺമെന്റ് അഡ്വൈസർ ആയിരുന്നു. ഇപ്പൊ റിട്ടയർ ആയിട്ട് 95 വയസ്സായി. ഇത്രയധികം കാര്യങ്ങൾ കുമാരനാശനെ പറ്റി, നാരായണനെ പറ്റി നമ്മളൊന്നും അദ്ദേഹത്തിന് ഒരു ബിഗ് സീറോ ആണ്. ഇപ്പോ നമ്മുടെ ഭോപ്പാലിലെ യൂണിവേഴ്സൽ കോൺഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ ഗുരു ഓർഗനൈസേഷൻ എന്ന സംഘടന ആൾ ഓവർ ഇന്ത്യ ബേസ്ഡ് ആയിട്ട് എല്ലാ സംഘടനകളെയും ഒറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ മൊത്തം നമ്മുടെ ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കുവാൻ വലിയൊരു സംഭാവനയാണ് ആ സംഘടനയുടെ തുടക്കം എന്ന് പറയുന്നത്. അതെ, അത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സംഘടന ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരും. ഈ ആശയങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാനും അതിന്റെ പണി തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ഒരു കഴിഞ്ഞ ഈ വർഷമായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു. കഴിഞ്ഞ ഈ വർഷം 2012 ആഗസ്റ്റ് 2012. ഇപ്പൊ അടുത്ത മീറ്റിംഗ് അഡ്വൈസറി ബോർഡിൽ ഒരാളാണ്. 5 പേരിൽ ഒരാളാണ്. ഇത് ഒരു പീതാംബരൻ കുന്നത്തൂർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഒരു കൊല്ലം പ്രയത്നിച്ചാണ് ഇതിന് വേണ്ടി. നല്ലൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം. പിന്നെ അശോകൻ എന്ന് പറഞ്ഞ അവരെ റിട്ടയർഡ് IAS-കാരനാണ് ഇതിന്റെ പ്രസിഡന്റ്. സാമൂഹ്യ പ്രവർത്തന മണ്ഡലത്തെ നമ്മൾ എപ്പോഴും സംശുദ്ധമായിട്ട് നമ്മൾ അതിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. അങ്ങനെ കാണുന്ന ഒരു സംഘടന അങ്ങനെ കാണുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ആ സാമൂഹിക പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നു. അതുകൊണ്ട് നമുക്ക് സംതൃപ്തി കിട്ടുള്ളൂ. തീർച്ചയായും സംതൃപ്തിയുണ്ട്. മറഫിക്ക് തീർച്ചയായിട്ടും സംതൃപ്തിയുണ്ട്. എന്താ കാരണം വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത ആൾക്കാർ തിരിച്ചു വിളിച്ച് പറയുമ്പോൾ രാജേട്ടാൽ ഇങ്ങനെ കഴിയുന്നത് കാണുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷം ഒരു കോടി ഉൾപ്പെടുത്താനും കിട്ടും. അല്ല, ഇതിന് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ഇതിൽ കാണുമ്പോ ഇതിന് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഹധർമ്മി വേണം. എന്നുവെച്ചാൽ രാത്രി 12 മണിക്ക് 1 മണിക്ക്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. കുടുംബത്തില് കുടുംബം 2 പെൺകുട്ടികളാണ്. മൂത്തയാളും പെൺകുട്ടികളും 2. മൂത്തയാളുടെ രേഖ ഷൈൻ അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഭർത്താവോട് ചെയ്യുന്ന 2 ആൺമക്കള്. രണ്ടാമത്തെ അവള് റീജ റോഹിത് ദുബായിൽ ജോലി ചെയ്യുന്നു. ഭർത്താവും ജോലി ചെയ്യുന്നു. അവിടെ താമസിക്കുന്നു. അദ്ദേഹം വെൽ സെറ്റിൽഡ്. ഒരാള് ചാലക്കുടിയിലാണ് കല്യാണം വെച്ചാൽ ഒരാൾ എറണാകുളത്താണ്. എന്നെ സംബന്ധിച്ചോളം നാരായണ ഗുരുദേവന്റെ ഒരു അനുഗ്രഹം ഉണ്ടായെന്ന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു കുടുംബ ബന്ധവും എനിക്ക് അവരെ കൊണ്ട് എപ്പോഴും ഞാൻ അതിനുശേഷം എന്തെങ്കിലും ഒരു ഹെൽപ്പ് അവർക്ക് ആവശ്യം വന്നിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് എത്ര വർഷമായിരുന്നു? 29 വർഷം. 29 വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ആ ഒരു കമ്പനി തന്നെയാണ്. അതെ, ഒറ്റ കമ്പനിയിൽ.
അവിടുന്ന് പഠിച്ചത് എന്ന് വെച്ചാൽ ഈ തൊഴിലാളി വർഗമായിട്ടുള്ള അവരുടെ ആ ബന്ധം, അവരുടെ പ്രശ്നങ്ങളൊക്കെ ശരിക്കും പഠിക്കാൻ പറ്റി. ശരിക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച രണ്ട് വ്യക്തികളെ ഏറ്റവും എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാണ്. രാജേഷിന്റെ ജീവിതത്തിൽ കാരണം ഒരു ബിസിനസ്സുകാരനായ പിതാവ്, പിന്നെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന മാതാവ് എത്രത്തോളം സ്വാധീനിച്ചു? തീർച്ചയായിട്ടും അച്ഛനെങ്കിലും വേറെ സ്വാധീനിച്ചിരുന്നില്ല. അച്ഛൻ ആ കാഴ്ചപ്പാടില്ല. അന്ന് ഞാൻ ഈ ചെറുപ്പത്തിൽ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അതൊരു ഇതായില്ല. അപ്പൊ അച്ഛൻ്റെ ആ കാഴ്ചപ്പാട്, അവിടെ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തനമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാക്ടിക്കലി പറഞ്ഞ അവർക്കുള്ള സഹായങ്ങളും രാത്രി മീറ്റിങ്ങും ഇതിനു വേണ്ടി ഇഷ്ടവും പൈസയും ചെലവെന്ന് വളരെ സ്വാധീനിച്ചു. വളരെ പോപ്പുലർ ആയിരുന്നു അദ്ദേഹം ആ ഏരിയയിൽ. അന്ന് ഞാൻ പറയുന്ന ഇന്നത്തെ കാലല്ല, അന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വന്ന് ഊണ് കഴിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വരണം. ഇവിടെ ആരും ഇല്ല. അതെ, ഇന്നത്തെ കാലൊക്കെ മാറിപ്പോയില്ലേ, അങ്ങനെയായിരുന്നു. ഈ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ രാജേട്ടൻ എന്ത് തോന്നുന്നു? എനിക്ക് വളരെ ഒരു സംതൃപ്തി തോന്നുന്നു. ഞാൻ എവിടെയോ നിന്നോ സ്കൂൾ പോയിരുന്നു ഇവിടെ എത്തിയല്ലോ എന്നുള്ള സംതൃപ്തി. അതിനൊരു വലിയ നാരായണ ഗുരുവിന്റെ അനുഗ്രഹങ്ങളും ആ പ്രസ്ഥാനത്തോളം എനിക്ക് എൻ്റെ ജീവിതകാലങ്ങളെ മറക്കാൻ പറ്റില്ല. ആ സാധാരണ ഒരു ഭാരത ഇലക്ട്രോണിക്സ് ജോലിക്കാരൻ തന്നെ റിട്ടയറായ ഒരു ചെറിയ വീടും ഒരു മക്കൾ പഠിച്ചു ഒരു സ്ഥലത്ത് ഒതുങ്ങി കൂടുന്ന ഞാൻ ഇന്ന് ബാംഗ്ലൂർ എവിടെ പോയി അന്വേഷിച്ചാലും കേസി രാജൻ അറിയും. എന്റെ പ്രസ്ഥാനം രാജേട്ടനല്ലേ എന്ന് പറയുന്ന ഒരു സാമ്പത്തികത്തിനല്ല പറയും. ഈ നിലയിലേക്ക് വളരെ സഹായിച്ചത് നാരായണ ഗുരുവിന്റെ അനുഗ്രഹങ്ങളും ശ്രീനാരായണ സമിതികളും. അത് വിടുന്ന പ്രശ്നമില്ല. അതിൽ വളരെ സന്തോഷമായി, വളരെ സന്തോഷം. ഇനിയുള്ള സ്വപ്നം നാട്ടിൽ ഞാൻ ഒരു ഗുരുമന്ദിരം കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗുരുമന്ദിരം കൂടി കെട്ടിക്കൊടുക്കുന്ന ആഗ്രഹം. നാട് എനിക്ക് കുറച്ചായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ക്ഷേത്രമുണ്ട്, അതിന്റെ പ്രസിഡന്റാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള കാലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും, ഈ സന്ദേശങ്ങൾ ലോകം മുഴുവൻ എത്തിക്കാൻ എന്നെ കൊണ്ട് ഒരു ചെറിയ കൈവിരൽ ഇറക്കാൻ പറ്റുന്നത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ആഗ്രഹം. ഈ സ്വപ്നമാണ് ഇനിയുള്ളത്. അതെ, ഇനി അങ്ങോട്ട് അങ്ങനെയുള്ള സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ രാജേട്ടന്, കുടുംബത്തിനും രാജേട്ടൻ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കും കഴിയട്ടെ. ശ്രീനാരായണ ഗുരുവിന്റെ ഈ ഗുരുദേവന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ ലോകത്തെത്തിക്കുവാൻ രാജേട്ടന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് രാജേട്ടന്റെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.